യഹോവയേ ദാതാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. യഹോവ ശാഫ, സൗഖ്യദായകൻ, കണ്ണടിപ്പിണറാൻ സൗഖ്യം. യഹോവ ശമ്മ, കൂടെയിരിക്കും, നൽകുമെൻ ആവശ്യങ്ങൾ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. ആരാധന 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 ആരാധന. യേശുവിനാരാധന ആരാധന ആരാധന ആരാധന. എൻ്റെ പ്രിയനേ ആരാധന 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 ആരാധന. യേശുവിനാരാധന. ചേർന്ന് പാടാം. ആരാധന ആരാധന ആരാധന. അങ്ങെപ്പോലെ സ്നേഹിച്ചിടാനാവതില്ല ആർക്കുമേ. അങ്ങെപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവൽ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവൽ ചാരുന്നു ഞാൻ. ആരാധന 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 ആരാധന. യേശുവിനാരാധന ആരാധന ആരാധന ആരാധന. യേശുവിനാരാധന ആരാധന ആരാധന ആരാധന. ജീവനെ ആരാധന
We love you, Lord. We love you, Lord. We love you, Lord. Hallelujah. Love you, Jesus. Love you, Heavenly Father. Love you, Jesus, Lord. Love you, Holy Spirit. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. സമയം വളരെയധികം അതിക്രമിച്ചു പോയ ഈ അവസരത്തിൽ ഞങ്ങൾക്ക് കുടുംബമായി ഇങ്ങനൊരു സമയം വേർതിരിച്ച് തന്ന കർത്തൃദാസന്മാരുടെ നന്ദി സ്നേഹവും ഓർപ്പിക്കുന്നു. ഒന്ന് രണ്ട് വാക്കുകൾ, പരിമിതമായ വാക്കുകളിൽ ചില കാര്യങ്ങൾ മാത്രം ഓർപ്പിച്ച് ഇരിപ്പാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. കർത്താവിൻ്റെ ദാസിയുടെ രോഗം നിർണയിക്കപ്പെടുന്നത്, സ്ഥിരീകരിക്കപ്പെടുന്നത് 2023 2023 ഫെബ്രുവരിയിലാണ് തൻ്റെ രോഗം സ്ഥിരീകരിച്ചത്. അതറിഞ്ഞ ഉടനെ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എടാ, എനിക്ക് മരിക്കാൻ ഭയമില്ലാത്തയാളാണ്. എനിക്ക് മരണത്തെ ഭയമില്ല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിച്ചേ ഒക്കത്തുള്ളൂ. പക്ഷെ ഒരു കാര്യം നീ ഓർക്കണം. ഞാൻ ചോദിച്ചത് എന്താ? ജീവനോടെ ഇരിക്കുമ്പോൾ ദൈവത്തിനും മനുഷ്യർക്കും പ്രയോജനമുള്ളവനായി ജീവിക്കണം. സ്തോത്രം. ഞാൻ എൻ്റെ ഹൃദയം തുറന്നു പറയുന്നു, ഇങ്ങനെയൊരമ്മയുടെ മകനായി ജനിക്കാൻ എനിക്ക് സാധിച്ചത് ദൈവം എൻ്റെ ജീവിതത്തിൽ തന്ന ഏറ്റവും വലിയ ഭാഗ്യമായി, പദവിയായി ഞാൻ കരുതുന്നു. ഐ ആം ആബ്സല്യൂട്ട്ലി പ്രൗഡ് ഓഫ് ബീയിങ് ഹർ സൺ. എവിടെയും എനിക്ക് തല ഉയർത്തിപ്പിടിച്ച് നെഞ്ചു വിരിച്ച് പറയാൻ എനിക്ക് അഭിമാനമേ ഉള്ളൂ. ഞാൻ കർത്താവിൻ്റെ ദാസി സിസ്റ്റർ അന്ന കണ്ടത്തിൻ്റെ മകനാണ്. സ്തോത്രം. കാരണം അങ്ങനെയുള്ള മൂല്യങ്ങളാണ് കർത്താവിൻ്റെ ദാസി എനിക്ക് പകർന്നു തന്നിരിക്കുന്നത്. അതിലൊന്ന്, ദൈവ നാമത്തിന് വേണ്ടി ആവോളം കാര്യങ്ങൾ ചെയ്യണം. മറ്റൊന്ന്, കർത്താവിൻ്റെ അഭിഷിക്തരെ സന്ദർഭം ലഭിക്കുമ്പോഴൊക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. സ്തോത്രം. എനിക്കതിൽ വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അർത്ഥസമ്പുഷ്ടമായ ഒരാത്മീക ജീവിതത്തിന് വേണ്ടുന്നതായ പല കാര്യങ്ങളും എനിക്ക് കാണിച്ചു തന്നിട്ടാണ്, ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടാണ് ഞങ്ങളുടെ അമ്മ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു പോയത്. ഞാൻ 2023 മുതൽ ഒരുപാട് കർത്താവിൻ്റെ ദാസിയുമായിട്ട് ഈ രോഗത്തോടുള്ള ബന്ധത്തിൽ ഒത്തിരി ഓടി എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കാൻ സാധിക്കുമോ എന്ന് തന്നെയൊന്ന് തിരിച്ചു പിടിക്കാൻ, തന്നെയൊന്ന് ഇതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരാൻ എന്നാലാവോളം, എന്നാലെന്ന് പറയുമ്പോൾ ഞങ്ങളെല്ലാവരും, ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരും തൻ്റെ സൗഖ്യത്തിന് വേണ്ടി ചെയ്യാവുന്നതൊക്കെ ചെയ്തു, ശ്രമിച്ചു, ഒരുപാട് പ്രാർത്ഥിച്ചു. പക്ഷേ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, എനിക്ക് യാതൊരു പരാതിയുമില്ല. സ്തോത്രം. കാരണം എൻ്റെ അമ്മ പോയിരിക്കുന്നത്
താൻ ഏറ്റവും പ്രിയം വച്ച, താൻ ഏറ്റവും സ്നേഹിച്ച, തനിക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിൻ്റെ സന്നിധിയിലേക്കാണ്. അവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, തൻ്റെ മരണത്തിലും താനൊരു ജയാളിയാണെന്ന് എനിക്ക് തോന്നുന്നു. ക്യാൻസർ രോഗത്തിൻ്റെ മുമ്പിൽ പരാജയപ്പെട്ട് അടിയറവ് പറഞ്ഞ് പോയ ഒരാളല്ല, അങ്ങനെ ഒരാളായിട്ടല്ല ഞാൻ എൻ്റെ അമ്മയെ കാണുന്നത്. ഹേ മരണമേ, നിൻ്റെ ജയമെവിടെ എന്ന് വിളിച്ച് ചോദിച്ചുകൊണ്ട്, ഈ രോഗത്തിൻ്റെ എല്ലാ പരിമിതികളെയും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേരുവാൻ കർത്താവിൻ്റെ ദാസിക്ക് ഇടയായി. അത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് ദൈവത്തിൻ്റെ ഹിതത്തിൽ, ദൈവത്തിൻ്റെ തീരുമാനത്തിൽ യാതൊരു പരാതിയും എനിക്കില്ല. നോ, സ്തോത്രം. ദൈവം വെച്ച ആയുസ് പൂർത്തിയായപ്പോൾ, ദൈവം ഏൽപ്പിച്ച വേല തികച്ചപ്പോൾ കർത്താവ് തൻ്റെ സന്നിധിയിലേക്ക് വിളിച്ചു. ഞാൻ ഓർക്കുന്ന 1-2 കാര്യങ്ങളുണ്ട്, വേഗത്തിൽ അവസാനിപ്പിക്കാം. സ്തോത്രം. കാരിത്താസിൽ തൻ്റെ ട്രീറ്റ്മെൻ്റ് എല്ലാം കാരിത്താസ് ഹോസ്പിറ്റലിലായിരുന്നു. അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ വീൽ ചെയറിൽ കൊണ്ടുപോയിരുന്ന വീൽ ചെയർ ബോയ്സ് ഉണ്ട്. പല ദിവസം പലരാണ് വരുന്നത്. തൻ്റെ കയ്യിൽ അവരെ കിട്ടുന്ന 2, 3, 5 മിനിറ്റ് കൊണ്ട് അവരോട് യേശുവിനെക്കുറിച്ച് പറയും. യേശു അല്ലാതൊരു രക്ഷകനില്ല എന്ന് പറഞ്ഞിട്ട് അവരോട് ചോദിക്കും, ഞാൻ പറഞ്ഞു തരുന്ന പോലെ മോനൊന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിക്കും. രക്ഷാവാചകം പറഞ്ഞു കൊടുക്കും. എൻ്റെ ചിന്തയിൽ കാരിത്താസിലുള്ള 100 കണക്കിന് സ്റ്റാഫ് ഈ പ്രിയ കർത്തൃദാസിയുടെ, എൻ്റെ അമ്മയുടെ രോഗാവസ്ഥയിലും യേശു കർത്താവിനെ സ്വീകരിപ്പാൻ, യേശു കർത്താവിനെ അനേകരറിയുവാൻ എൻ്റെ പ്രിയ മാതാവിനെ, നിങ്ങളുടെ പ്രിയ അന്ന ആൻറ്റിയെ ദൈവം ശക്തിയോടെ ഉപയോഗിച്ചു. ഒരിക്കൽ ഡോക്ടർ തന്നോട് പറഞ്ഞു, ആൻറ്റിയുടെ രോഗം 4th സ്റ്റേജിലാണ്. 4th സ്റ്റേജ് ആയാൽ പിന്നെ ഞങ്ങൾ ക്യൂർ എന്നുള്ള പദം ഉപയോഗിക്കത്തില്ല. അപ്പോൾ ഡോക്ടറുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, ഡോക്ടർ, വി ആർ ഗുഡ് ഫ്രണ്ട്സ്, നമ്മളിപ്പം നല്ല സ്നേഹത്തിലായിരിക്കുന്നേ. ഡോക്ടർ പറഞ്ഞു, അതെ, എനിക്കും അങ്ങനെ തന്നെയാണ് ആൻറ്റി. പക്ഷേ എന്നോട് ഇങ്ങനെയൊരു പദം ഇനി മേലിൽ ഡോക്ടർ പറയരുത്. കാരണം മരിച്ച് നാറ്റം വെച്ച ലാസറിനെ ഉയർപ്പിച്ചൊരു ദൈവത്തെയാണ് ഞാൻ വിശ്വസിക്കുന്നതും സേവിക്കുന്നതും. ഒരിക്കൽ തൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ താൻ പറഞ്ഞൊരു വാചകമുണ്ട്. എനിക്ക് 4th സ്റ്റേജ് ആണെന്ന് ഡോക്ടേഴ്സ് പറയുമ്പോൾ ഞാൻ എൻ്റെ ഡോക്ടറോട് ചോദിച്ചു, മരിച്ച് നാറ്റം വെച്ച് പോയ ലാസറിന് എത്രാമത്തെ സ്റ്റേജായിരുന്നു? ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർക്ക് അറിയാവുന്നത് ഡോക്ടർ പറയുന്നു, ഓക്കെ, ബട്ട് ഞാൻ വിശ്വസിക്കുന്നത് മരിച്ച് നാറ്റം വെച്ച് പോയ ലാസറിനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന, ജീവിപ്പിച്ച ഒരു കർത്താവിനെയാണ്. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും ഒടുവിലായി തൻ്റെ രോഗം വളരെ മോശമായി പാലിയേറ്റീവ് കെയറിലേക്ക്, നമുക്ക് ട്രീറ്റ്മെൻറ്റ് കീമോതെറാപ്പിയൊക്കെ സ്റ്റോപ്പ് ചെയ്തു. ഡോക്ടറോട് എന്നോട് പറഞ്ഞു, ഇനിയിപ്പോൾ നമുക്ക് പാലിയേറ്റീവ് കെയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. പാലിയേറ്റീവ് കെയറിൻ്റെ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടറോട് പറഞ്ഞൊരു വാചകം, ഡോക്ടറെ, ഈ പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ സാന്ത്വന ചികിത്സയല്ലേ? അതെ, ഡോക്ടർ പറഞ്ഞു, അതെ, അത് എല്ലാ പ്രതീക്ഷയും ആശയും നഷ്ടപ്പെട്ടു പോയവർക്കുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. പക്ഷേ ഡോക്ടറുടെ മുമ്പിലിരിക്കുന്ന എൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല. ഞാനിപ്പോഴും വിശ്വസിക്കുന്നു, ദൈവത്തിൻ്റെ ഹിതമെങ്കിൽ ഹീ വിൽ ബ്രിങ് മീ ഔട്ട് ഓഫ് ദിസ്. ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ എന്നെ പൂർണ്ണമായും ഇതിൽ നിന്ന് ദൈവം പുറത്തു കൊണ്ടുവരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ആ ഡോക്ടറോടും പറഞ്ഞു. ഞാൻ പറഞ്ഞത്, സ്തോത്രം,
ഈ രോഗത്തോട് മല്ല് പിടിക്കുമ്പോഴും അവസരം ലഭിക്കുമ്പോഴൊക്കെ സാധിക്കുമ്പോഴൊക്കെ യേശു 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 എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ തൊണ്ടയിലെ അവസാന ശ്വാസം വരെ യേശു എന്ന് പറഞ്ഞിട്ടേ ഞാൻ പോകത്തുള്ളൂ. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്കൊരുപാട് ദൈവം എന്നെ ഇവിടെ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. പക്ഷെ ഞാൻ വളരെ ശാന്തനായി പറയുന്നു, എൻ്റെ ദൈവത്തിൻ്റെ തീരുമാനത്തിൽ എനിക്ക് ചോദ്യങ്ങളില്ല, എനിക്ക് പരാതികളില്ല, പരിഭവങ്ങളില്ല. കാരണം ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അമ്മ ഏറ്റവും സ്നേഹിച്ച തൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്നുണ്ട്. താൻ പോയിരിക്കുന്നത് കീമോതെറാപ്പി വേണ്ടാത്ത, റേഡിയേഷൻ്റെ ആവശ്യമില്ലാത്ത, മരുന്നുകളുടെ ആവശ്യമില്ലാത്ത, വേദനയില്ലാത്ത, രോഗങ്ങളില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത, ഈ പരിമിതികളൊന്നുമില്ലാത്ത നിത്യതയുടെ തുറമുഖത്തേക്ക് താൻ പോയിരിക്കുന്നുള്ള ആമേൻ പൂർണ്ണ ബോധ്യമുള്ള ദൈവമക്കൾ ആമേൻ ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. എനിക്കൊത്തിരി ഇഷ്ടമുള്ളൊരു ഗാനമുണ്ട്, എനിക്കൊത്തിരി ഇഷ്ടമുള്ളൊരു ഗാനം. അതിൻ്റെ 4 വരി പാടി ഞാൻ അവസാനിപ്പിക്കുക. തിരുമുൻപിൽ കാഴ്ച വയ്ക്കുവാൻ എൻ്റെ സ്നേഹം മാത്രമേയുള്ളൂ. തിരുമുൻപിൽ യാഗമാക്കുവാൻ എൻ്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. തിരുമുൻപിൽ കാഴ്ച വയ്ക്കുവാൻ എൻ്റെ സ്നേഹം മാത്രമേയുള്ളൂ. തിരുമുൻപിൽ യാഗമാക്കുവാൻ എൻ്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. ഇതുപോലൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യമേ. ഇതുപോലൊരു ആശ്വാസം എൻ്റെ താതൻ്റെ മാർവിടമേ. ഇതുപോലൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യമേ. ഇതുപോലൊരു ആശ്വാസം എൻ്റെ താതൻ്റെ മാർവിടമേ. സ്വർഗസുഖപീഠം വെടിഞ്ഞു എന്നെ തേടി വന്നവനെ. തേജസ്സിൻ്റെ വസ്ത്രമുരിഞ്ഞു തന്നെ താൻ താഴ്ത്തിയോനേ. സ്വർഗസുഖപീഠം വെടിഞ്ഞു എന്നെ തേടി വന്നവനെ. തേജസ്സിൻ്റെ വസ്ത്രം ഉരിഞ്ഞു തന്നെ താൻ താഴ്ത്തിയോനേ. ഇന്നു ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ. സ്തുതികൾക്ക് യോഗ്യനായി ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ. കർത്താവായി ഒരു പ്രാവശ്യം കൂടെ
ഇതുപോലൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യമേ. ഇതുപോലൊരു ആശ്വാസം എൻ്റെ താതൻ്റെ മാർവിടമേ. ഞാൻ ഈ സമയം